നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവി നമഃ. വരാഹി ദേവി എന്നാൽ ആദിപരാശക്തി ലളിത ത്രിപുര സുന്ദരിയുടെ ആർമിയുടെ ചീഫ് കമാൻഡറാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. വരാഹി ദേവിയുടെ പവർഫുള്ളായ ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ വരാഹി ദേവിയുടെ ഈ ഒരു പേര് ചൊല്ലിയാൽ മതി. വരാഹി ദേവി എന്നാൽ ഭക്തർക്ക് ഏത് പ്രശ്നവും പരിഹരിച്ചു കൊടുക്കുന്ന മഹാശക്തിയാണ്. തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തനെ വരാഹി ദേവി ഒരിക്കലും കൈവിടുകയില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്നത് ജെനുവിനായിരിക്കണം. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ആയിരിക്കരുത്. മറ്റുള്ളവർക്ക് ദോഷം വരുന്നതൊന്നും ചിന്തിക്കാനേ പാടുള്ളതല്ല. അമ്മയിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അമ്മയെ എല്ലാ ദിവസം വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാലും അമ്മയ്ക്ക് പ്രധാനപ്പെട്ട ചില ദിവസങ്ങളുണ്ട്. പഞ്ചമി തിഥി അതിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അമ്മയെ പഞ്ചമി ദേവി എന്ന ഒരു നാമത്തിലും അറിയപ്പെടുന്നുണ്ട്. പഞ്ചമി തിഥിയിൽ രാത്രി 8 മണിക്ക് മേലെ 12 മണി വരെയുള്ള സമയത്താണ് അമ്മയ്ക്ക് പൂജയും വഴിപാടും നടത്തേണ്ടത്. പഞ്ചമി തിഥി എന്നാൽ കറുത്ത വാവ് അഥവാ അമാവാസ്യ കഴിഞ്ഞ് 5-ാമത്തെ ദിവസം വരുന്ന തിഥിയാണ് പഞ്ചമി തിഥി. അതുപോലെ വെളുത്ത വാവ് അഥവാ പൗർണമി കഴിഞ്ഞ് 5-ാമത്തെ ദിവസം വരുന്നത് പഞ്ചമി തിഥിയാണ്. ഇതുകൂടാതെ തന്നെ അമാവാസ്യ ദിവസവും പൗർണമി ദിവസവും ദേവിക്ക് വഴിപാട് നടത്തി പൂജ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, അഷ്ടമി തിഥിയിൽ ദീപവഴിപാട് നടത്തി ദേവിയെ പൂജിച്ചാൽ അതിന് ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ്. പിന്നെ ദേവിയെ പൂജിക്കേണ്ട ദിവസം നോക്കിയാൽ ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങളിൽ അമ്മയെ പൂജിക്കുന്നത് വളരെ നല്ലതാണ്. നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ കുളിച്ച് ശുദ്ധമായിട്ടാണ് പഞ്ചമി തിഥിയിൽ പൂജ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഗായത്രി മന്ത്രം ജപിക്കുമ്പോഴും ശുദ്ധമായിട്ട് തന്നെ ചെയ്യണം. മന്ത്രജപം കഴിഞ്ഞതിന് ശേഷം നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. ദേവിയുടെ പേര് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഒറ്റവരി പേരാണെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു വിഷമം വന്നാൽ, അതായത് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അമ്മയെ നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ അമ്മയുടെ ഈ ഒറ്റവരി പേര് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കുളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം എപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. മനസ്സ് താളം തെറ്റി നിലയില്ലാതെ പ്രശ്നത്തിലകപ്പെട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ആ സമയത്ത് കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മയുടെ ഒറ്റവരി നാമം ചൊല്ലി അമ്മയെ വിളിക്കാവുന്നതാണ്, അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ്. അമ്മ അതിവേഗത്തിൽ വന്ന് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി തരുന്നതാണ്. എന്നാൽ പ്രാർത്ഥന വച്ചാൽ, അതായത് അമ്മയുടെ മന്ത്രം 108 തവണയോ 41 തവണയോ ഇപ്പോൾ ഒരു 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം ചൊല്ലാമെന്ന് പ്രാർത്ഥന വെച്ചാൽ വളരെ ശുദ്ധിയായിട്ട് മാത്രമേ അമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കാൻ പാടുള്ളൂ. ഫോട്ടോയോ വിഗ്രഹമോ ഒന്നുമില്ലെങ്കിലും ഒരു വിളക്ക് കൊളുത്തി, അതായത് ഒരു മൺചിരാതിലൊരു തിരിയിട്ട് കൊളുത്തി ദേവിയായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. പഞ്ചമി തിഥിയിൽ മാത്രമാണേലും പൂജ ചെയ്യാം. അതല്ല, ദിവസേന എല്ലാ ദിവസം വേണമെങ്കിലും പൂജ ചെയ്യാവുന്നതാണ്. നമുക്ക് ദേവിയുടെ അനുഗ്രഹം വേണമെങ്കിൽ എന്നും സ്ഥിരമായി പ്രാർത്ഥിക്കണം. മനസ്സുരുക്കി അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ ഏത് പ്രശ്നത്തിൽ നിന്നും നമ്മളെ കരകയറ്റി കൊണ്ടുവരുന്നതാണ്. ഇനി ദേവിയുടെ വിഗ്രഹമുണ്ടെങ്കിൽ ദിവസേന അഭിഷേകം ചെയ്യണം. അഭിഷേകത്തിനായി പാലുപയോഗിക്കാം, മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം, തേൻ ഉപയോഗിക്കാം. ഒന്നുമില്ലെങ്കിൽ ശുദ്ധജലവും ഉപയോഗിക്കാം. നിവേദ്യമായിട്ട് ദേവിക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ് പൊട്ടാറ്റോ വേവിച്ച് അതിൽ തേനൊഴിച്ച് വയ്ക്കാവുന്നതാണ്. അതുമാത്രമല്ല, മാതള അല്ലികൾ ഇറുത്തിട്ടിട്ട് അതിലും തേനൊഴിച്ച് വയ്ക്കാം. പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ് എന്ത് വേണമെങ്കിലും വയ്ക്കാവുന്നതാണ്. നിവേദ്യമായിട്ട് എന്ത് വയ്ക്കുന്നു എന്നതിലല്ല, എത്രത്തോളം ഭക്തി എന്നതിലാണ് ഇമ്പോർട്ടൻസ്. ദിവസേന വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിവേദ്യം വയ്ക്കണമെന്നില്ല. എന്നാൽ വയ്ക്കണം എന്നുള്ളവർക്ക് വയ്ക്കാം, ഒരു പ്രശ്നവുമില്ല. വിഗ്രഹമാണേൽ ദിവസേന നിവേദ്യം സമർപ്പിക്കണം. വീട്ടിലുള്ള എന്തും വയ്ക്കാം നമുക്ക് നിവേദ്യമായിട്ട്. ഫോട്ടോ ആണേൽ നിവേദ്യം വേണ്ട, ഇഷ്ടമുണ്ടേൽ വയ്ക്കാം. അമ്മയ്ക്ക് ഒത്തിരി നാമങ്ങളുണ്ടെന്നറിയാമല്ലോ. എല്ലാ നാമങ്ങളും വളരെ പവർഫുള്ളായിട്ടുള്ളതാണ്. ദേവിയുടെ അതിശക്തിയേറിയ ആ നാമം ഇതാണ്: അപരാജിത, അപരാജിത, അപരാജിത.
എപ്പോഴും ജയിച്ചു നിൽക്കുന്നവൾ, തോൽവി ഇല്ലാത്തവൾ. ഈ നാമം എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഏത് പ്രശ്നം വരുമ്പോഴും ചൊല്ലാം. കുറഞ്ഞത് 2 മിനിറ്റെങ്കിലും ചൊല്ലണം. കൗണ്ടിങ് എന്നതില്ല. 9, 21, 41, 108, 1001 അത് എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടവും സമയവും അനുസരിച്ച് ചൊല്ലാവുന്നതാണ്. എന്നാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചൊല്ലരുത്. വേറെ എല്ലാ സമയത്തും ചൊല്ലാവുന്നതാണ്. ഈ നാമം ചൊല്ലുമ്പോൾ ഓടി വന്ന് ദേവി പ്രശ്നം പരിഹരിച്ചു തരും എന്നാണ്. അമ്മയെ വിശ്വസിച്ച് അമ്മയെ പൂജിച്ചാൽ അമ്മ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.